Hello everyone, today we are going to see module 1 of fundamentals of investment. So first of all, let's see the syllabus portion of module 1. Module 1ൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ concept of investment, importance of investing for financial security and planning, objectives, life cycle, process and consideration in making investment decisions. ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 1 ദാറ്റ് ഇസ് ബേസിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വിൽ സീ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ദെൻ വിൽ സീ ദ ഒബ്ജക്റ്റീവ്സ്, ദെൻ വിൽ സീ ദ പ്രോസസ്, ലൈഫ് കൺസിഡറേഷൻ, അങ്ങനെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ധാരണ we'll have in this session. So first of all, let's see what an investment is. Investment is the process of allocating money or other resources with the expectation of generating a return or income. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടാനോ അഥവാ ഇൻകം കിട്ടാനോ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മുടെ കാശ് അഥവാ വേറെ റിസോഴ്സസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ പൈസ വെറുതെ കയ്യിൽ വെച്ചാൽ അത് ഒരിക്കലും എന്തുണ്ടാവില്ല, അത് വളരില്ല. ഇറ്റ് വിൽ നെവർ ഗ്രോസ്. നമ്മുടെ പകരം നമ്മുടെ പൈസ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബാങ്ക് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കിട്ടും. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിവിഡൻസ് കിട്ടും. നമ്മൾ ബോൺഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബോൺഡ്സിന്റെ മേലിലെ ഇൻട്രസ്റ്റ് കിട്ടും. ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഡിബഞ്ചേഴ്സിന്റെ മേലിലെ ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസയോ മറ്റ് റിസോഴ്സസോ എവിടെയെങ്കിലും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടുമ്പം ആണ് നമ്മൾ അതിനെ വിളിക്കുന്നത് എന്ത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. വെറുതെ നമ്മുടെ കയ്യിൽ അത് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ സേവിങ്സ് എന്ന് വിളിക്കും. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, ടു ജനറേറ്റ് റിട്ടേൺ ഓർ ഇൻകം. ഇപ്പൊ നമ്മുടെ സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡെപ്പോസിറ്റിന്റെ കൂടെ എന്ത് കാര്യം കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. Okay, it involves putting money to work, aiming it to grow over time. സേവിങ്സിൽ നമ്മൾ പൈസ ജസ്റ്റ് മാറ്റി വെക്കും, അത് വളരില്ല. ഇവിടെ എന്താണ്, പൈസ വളരും. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈസ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ദ മെയിൻ എയിം ഇസ് ടു ജനറേറ്റ് റിട്ടേൺ ഓർ ഇൻകം. And now let's see the objectives of investment. Already meaning പറഞ്ഞതിൽ നിന്ന് തന്നെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. First one is wealth creation. As we have said, the main aim of investment is return generation. ആ റിട്ടേൺ ജനറേഷൻ രണ്ട് രീതിയിലാവാം, ഇൻകം ജനറേഷൻ ആൻഡ് ക്യാപിറ്റൽ ജനറേഷൻ. അതായത് നമ്മൾ പൈസ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഇൻകം, രണ്ട് തരത്തിലുള്ള റിട്ടേൺ നമുക്ക് ജനറേറ്റ് ആവും. ഒന്ന് ഇൻകം ജനറേഷൻ എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റിലൂടെയും ഒക്കെ ഏൺ ചെയ്യുന്നതാണ് എന്ത്, ഇൻകം എന്ന് പറയുന്നത്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്, ബോണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്നത്, ഷെയറിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഡിവിഡൻഡ് കിട്ടുന്നത്, അതൊക്കെ റെഗുലർ ആയിട്ട് ഏൺ ചെയ്യുന്ന ഇൻകം ആണ്, ഇൻകം ജനറേഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഇസ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതായത് നമ്മൾ ഇപ്പോൾ 1,00,000 രൂപ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ ആ 1,00,000 റുപ്പീസ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് തിരിച്ചു കിട്ടും. നേരെ മറിച്ച് നമ്മൾ അത് ഷെയർ മാർക്കറ്റിൽ ഇട്ടു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 1,00,000 റുപ്പീസ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിവിഡൻഡ് എല്ലാ മാസവും കിട്ടും. ബാങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ ഡിവിഡൻഡ് എല്ലാ മാസമോ വർഷമോ മന്ത്ലിയോ പിന്നെ ബൈ മന്ത്ലിയോ മറ്റോ കമ്പനിയുടെ പോളിസി അനുസരിച്ച് നമുക്ക് ഡിവിഡൻഡ് കിട്ടും. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശമാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതായത് ഈ 1,00,000 നമ്മൾ തിരിച്ചു കിട്ടുന്ന സമയത്ത് 1,00,000 എത്ര വേണമെങ്കിലും ഉയരാം. 1,00,000 10,00,000 ആവാം, 5,00,000 ആവാം, 3,00,000 ആവാം, 1,50,000 ആവാം. നേരെ മറിച്ച് അത് കുറയും ചെയ്യാം. 1,00,000 ഉള്ളത് ഒരു 90,000 ആയിട്ട് കുറയാം. അതിനെ നമ്മൾ ക്യാപിറ്റൽ ഡെപ്രീസിയേഷൻ എന്ന് പറയും. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇട്ട പൈസ ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇട്ട പൈസ വളരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള റിട്ടേൺ എയിം ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഇൻകം ജനറേഷൻ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. വാട്ട് ഇസ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ? ഇറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓവർ ടൈം. അപ്പോൾ സ്റ്റോക്കൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ 1,00,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിയാൽ
അത് വളർന്ന് ഒരു 2 ലക്ഷം രൂപയാകുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇതിന്റെ ക്യാപിറ്റൽ എപ്രീഷിയേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ നമുക്ക് 1 ലക്ഷം രൂപയായിട്ടേ കിട്ടുള്ളൂ. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ആവാം. അതിന് പുറമെ ബാങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് പോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും: ഇൻകം ജനറേഷൻ ആൻഡ് ക്യാപിറ്റൽ ജനറേഷൻ. ചില ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻകത്തിന് വേണ്ടിയാണ്, ചില ആൾക്കാർ നേരെ മറിച്ച് ക്യാപിറ്റൽ അപ്രീസിയേഷന് വേണ്ടിയിട്ടാണ്, ചില ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രണ്ട് ഉദ്ദേശവും ഉണ്ടാവും. എനിവേ, വെൽത്ത് ജനറേഷൻ എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ദ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഇസ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇക്കോണമിയിലുള്ള ഇൻഫ്ലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ആക്ട് ആസ് എൻ എമർജൻസി ഫണ്ട്. അതായത് നമ്മൾ ബാങ്കിൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, പെട്ടെന്ന് നമുക്ക് ആക്സിഡൻറ്റോ അങ്ങനെയുള്ള എമർജൻസി വന്നാൽ അതെന്ത് ചെയ്യാം? അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്കോണമിയിലെ സാധനത്തിന്റെ പ്രൈസ് കൂടുന്നു, പക്ഷെ അതിന്റെ വാല്യൂ കുറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ. പണ്ട് നമുക്ക് നമ്മുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്സ്. വിക്സ് നമുക്ക് പണ്ട് 1 രൂപയ്ക്ക് കിട്ടുമായിരുന്നു, വിക്സ് മുട്ടായി, വിക്സിന്റെ ഗുളിക. പക്ഷെ ഇപ്പൊ വിക്സിന് എത്ര രൂപയാണ്? 2 രൂപയാണ്. ഇതെന്താ റൈസ് ആവാനുള്ള കാരണം? എന്താണ്? ഇക്കോണമിയിലെ ഇൻഫ്ലേഷൻ ഉള്ളതുകൊണ്ടാണ്. അതായത് പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് നോക്കിയറിയാം, നിങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ കിട്ടുന്ന ഒരു സ്വീറ്റ്, ഒരു മുട്ടായിയുടെ വില ഇപ്പൊ നോക്കിയപ്പോൾ കൂടിയിട്ടുണ്ടാവും. അതിന്റെ റീസൺ ഇസ് ഇൻഫ്ലേഷൻ. പ്രൈസ് കൂടും, പക്ഷെ അതിന്റെ വാല്യൂ കുറയും. നമുക്ക് പണ്ട് 5 രൂപയുടെ ഒരു ലേസിന്റെ പാക്കറ്റിൽ ഒരുപാട് വാല്യൂ ഓഫ് ലേസ് അതിനകത്ത് ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴത്തെ 5 രൂപയുടെ പാക്കറ്റിൽ എന്താണ്? വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മുടെ പ്രൈസ് കൂടുകയും വാല്യൂ കുറയുകയും ചെയ്യുന്നതിനാണ് ഇൻഫ്ലേഷൻ. അപ്പൊ ഇൻഫ്ലേഷനെതിരെ നമുക്കൊരു പ്രിക്കോഷനായിട്ട് നമുക്ക് ഈ പൈസ അവിടെ ഉണ്ടാവും. അതായത് പൈസ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ എടുത്ത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. തേർഡ് ഇസ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ റിട്ടയർമെന്റ് പ്ലാനിങ്. അതാണ് വേറെ ഒരു ഒബ്ജക്റ്റീവ്. അതായത് റിട്ടയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരു ഏജ് കഴിഞ്ഞാൽ, പല ആൾക്കാർ റിട്ടയർ ചെയ്യത്തില്ല, പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ജോബിൽ നിന്ന് റിട്ടയർ ചെയ്യും. ആ സമയത്ത് പ്രോപ്പറായിട്ട് നമുക്ക് ഫണ്ടിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. പല ആൾക്കാരും കുറച്ച് കുറച്ച് പൈസ, ഇപ്പം നിങ്ങൾ PF എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, പ്രൊവിഡന്റ് ഫണ്ട്. നമ്മുടെ സാലറിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് PF ആയി മാറ്റി വെക്കും. എന്തിനാണ്? റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ. പീപ്പിൾ ഓൾസോ ഇൻവെസ്റ്റ് ഫോർ ടാക്സ് ബെനിഫിറ്റ്സ്. നമ്മുടെ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പഴയ ഇൻകം ടാക്സ് റെജീമിലാണെങ്കിൽ നമുക്ക്, ഓൾഡ് റെജീമിലാണെങ്കിൽ പലതരത്തിലുള്ള, നമ്മൾ പ്രൊവിഡന്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും പിന്നെ ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ. അനദർ ഒബ്ജക്റ്റീവ് ഇസ് റിസ്ക് മാനേജ്മെന്റ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരുപാട് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ റിസ്ക് കുറയ്ക്കാൻ സമ്മതിക്കും. അതായത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, കുറച്ച് നമ്മൾ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തു, കുറച്ച് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ചെയ്താൽ എന്താ ഗുണം? ഇപ്പം നമ്മുടെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞാലും ഈ ബാങ്കിലെ പൈസയും ഡിബഞ്ചറിന്റെ പൈസയും നമുക്ക് അവിടെ സേഫ് ആയിട്ടിരിക്കും. സോ ഒരുപാട് സ്ഥലത്ത് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് മാനേജ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. The last one is liquidity. Liquidity in financial terms is the ability to convert an investment easily into cash without loss of value. അതായത് ഒരു സാധനം എത്ര പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ ലിക്വിഡ് എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി പറയും ഈ ഭൂമി, ലാൻഡ് എല്ലാം ഇല്ലിക്വിഡ് അസറ്റ് ആണെന്ന് യൂഷ്വലി പറയും. അതായത് ലാൻഡ് നമുക്ക് വിൽക്കാനൊക്കെ, നമുക്ക് പെട്ടെന്ന് ഒരു പൈസ ആക്കി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഭൂമി വിൽക്കാൻ കുറച്ച് പ്രയാസമാണ്. നേരെ മറിച്ച് നമുക്ക് കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് ലോൺ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടും. അപ്പൊ ഗോൾഡ് എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് ആണ്. വാട്ട് ഇസ് ഇറ്റ്? പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ബാങ്കിലൊക്കെ സേവിങ്സ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാൻ പറ്റും. ഈ ലിക്വിഡിറ്റി നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് പൈസ തിരിച്ചെടുക്കാൻ പറ്റും. സോ ദീസ് ആർ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഫോർ ഇൻവെസ്റ്റിംഗ്: wealth creation, financial security, retirement planning, tax benefit, risk management, and liquidity. So in this part, we'll also see the investment process or investment steps. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ട് ഒരാൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ്.
It's very important from exam point of view. First one is determining objectives, developing investment plan, selecting, constructing portfolio, evaluating performance and revising portfolio. 6 ബേസിക് സ്റ്റെപ്സ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഡിറ്റർമിനിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പല ആൾക്കാരും റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിയിരിക്കും, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഒരു ഫോൺ വാങ്ങാൻ. ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും എമർജൻസി പേർപ്പസിന് വേണ്ടിയിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ചിലവർ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടാവുമ്പം അതിനെ മീറ്റ് ചെയ്യാൻ, ചില ആൾക്കാർ കല്യാണങ്ങൾക്ക് ഫണ്ട് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആദ്യം നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അത് ഡിറ്റർമിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എത്ര റിട്ടേൺ വേണം, ഏകദേശം എത്ര റിസ്ക് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ എത്ര ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരും, ബാക്കി എമർജൻസീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനത്തെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമോ, പൈസ ആവശ്യമുള്ളപ്പോൾ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ലാൻഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കുക. After determining the investment objective, we need to make an investment plan. ഈ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവിന്റെ ബേസിൽ നമ്മൾ പ്ലാൻ തയ്യാറാക്കണം. അതായത് നമ്മുടെ റിട്ടേൺ, എത്ര റിസ്ക് ഏറ്റെടുക്കും, എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ വിൽ സെലക്ട് ദ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ്. അതായത് എവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സോഴ്സസ് വെയർ വി ക്യാൻ ഇൻവെസ്റ്റ്. അപ്പോൾ നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ്സ് എടുക്കും, പിന്നെ നമ്മൾ ഷെയർ മാർക്കറ്റ് എടുക്കും, അവിടെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് എടുക്കും, ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കും, ഡിബഞ്ചേഴ്സ് എടുക്കും. അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിൽ നമുക്ക് പറ്റിയത് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിൻ്റെയും റിസ്ക് എത്രയാണ്, റിട്ടേൺ എത്രയായിരിക്കും എന്നുള്ളത് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ഇതാണ് ഈ സ്റ്റെപ്പ്, സെലക്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വലി നമ്മൾ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യും. ഈ സാധനങ്ങൾ ആക്ച്വലി ബൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഒരാളുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു അതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. കുറച്ച് നമ്മൾ ബാങ്കിൽ ഇടും, കുറച്ച് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലിടും, കുറച്ച് നമ്മൾ ഷെയറിലിടും. ഇതാണ് ഒരാളുടെ എന്ത് വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത്. A portfolio is a set of financial assets owned by investors that include bank deposits, shares, bonds, etc. അപ്പോൾ ഈ കൺസ്ട്രക്റ്റിംഗ് പോർട്ട്ഫോളിയോയിലാണ് നമ്മൾ ആക്ച്വലായിട്ട് അസറ്റ്സ് വാങ്ങിക്കുന്നത്. അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ. എന്തിനാണ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്? ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ പല പല സ്ഥലത്ത് നമ്മൾ സ്പ്രെഡ് ചെയ്തിടുക, നമ്മുടെ പൈസ ഇടുക. ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ, നമ്മളിപ്പോൾ ബാങ്കിലാണെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് ഷെയറിലും അങ്ങനെ കുറച്ച് കുറച്ച് സ്പ്രെഡ് ചെയ്തിടുന്നതിൻ്റെ റീസൺ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാധനം ഇടിഞ്ഞു പോയാലും മറ്റേ സാധനം നമ്മളവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉണ്ടാവും, നമ്മുടെ കുറച്ച് പൈസയെങ്കിലും സേവ് ആവും. നേരെ മറിച്ച് നമ്മളെല്ലാം കൊണ്ടുപോയി ഷെയർ മാർക്കറ്റിൽ ഇട്ടാൽ ഷെയർ മാർക്കറ്റിൽ ഇടിഞ്ഞാൽ നമ്മുടെ പൈസ മൊത്തം പോകും. ഇത് നമുക്ക് ആശ്വസിക്കാം, കുറച്ച് പൈസ മ്യൂച്വൽ ഫണ്ടിലും കുറച്ച് പൈസ ബാങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കാം. അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഷെയർ മാർക്കറ്റിലൊക്കെ ഇടുമ്പം ഒരേ കമ്പനിയിൽ നമ്മൾ ഇടരുത്, ഒരുപാട് ഡിഫറെൻറ്റ് കമ്പനീസിലൊക്കെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്. നമ്മൾ ഷെയറും ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ പെർഫോമൻസ്, അത് നന്നായിട്ട് പോകുന്നുണ്ടോ, റിട്ടേൺ നമ്മൾ വിചാരിച്ച പോലെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ റെഗുലർലി ഇവാലുവേറ്റ് ചെയ്യണം. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആർ മെറ്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്ത ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് തന്നെ പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് റിവൈസിങ് പോർട്ട്ഫോളിയോ. ഈ ഇവാലുവേഷൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യും. നമുക്ക് നഷ്ടം ഉള്ള സ്റ്റോക്സ് ഒക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ വിൽക്കും. ലെസ് അട്രാക്റ്റീവ്സ് മേ ബി സോൾഡ് ആൻഡ് അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സ് വിൽ ബി ആഡഡ്. നമ്മൾ വിചാരിക്കുക നമുക്ക് വേറൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, പോർട്ട്ഫോളിയോ നമ്മൾ ഇവിടെ ഈ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് കട്ട് ചെയ്തിട്ട് ഇവിടെ വേറൊരു മ്യൂച്വൽ ഫണ്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ നമ്മുടെ പെർഫോമൻസിനനുസരിച്ച്
പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യുന്നതിനെയാണ് റിവൈസിങ് ദ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യും, നമുക്ക് മോശം എന്ന് തോന്നുന്നത് നമ്മൾ സെൽ ചെയ്യും. സോ ദിസ് ഇസ് ദ ബേസിക്സ് റിഗാർഡിങ് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് നമുക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിലുണ്ട്. ആദ്യം നമ്മൾ എന്ത് ഡിറ്റർമിൻ ചെയ്യും, എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഫോൺ വാങ്ങാനാണോ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ our objective will be ഫോൺ വാങ്ങാൻ. ആൻഡ് നെക്സ്റ്റ് വിൽ ഡെവലപ്പ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് നമുക്ക് ഈ ഫോൺ വാങ്ങണമെങ്കിൽ ഏകദേശം നമുക്ക് എത്ര റിട്ടേൺ കിട്ടണം, 10%ആണോ 20%ആണോ, എത്ര റിസ്ക് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും, അതാണ് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ തേർഡ് സ്റ്റെപ്പ് വിൽ സി ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ്. എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം? ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എന്ത് റിസ്ക് എന്ത് റിട്ടേൺ, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത എന്ത് റിസ്ക് എന്ത് റിട്ടേൺ, ഈ ഓൾട്ടർനേറ്റീവ്സ് അതായത് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ഇൻ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ആക്ച്വൽ, ഇപ്പോൾ ഷെയർ മാർക്കറ്റിലാണ് ഇടുന്നതെങ്കിൽ ഷെയർ മാർക്കറ്റ് നമ്മൾ ഇവിടെ ഷെയർ നമ്മൾ ആക്ച്വലായിട്ട് വാങ്ങിക്കും. അപ്പോൾ കുറച്ച് നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റിൽ ഇടണമെങ്കിൽ നമ്മൾ കുറച്ച് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആക്ച്വൽ ബൈയിങ് ആക്ച്വൽ പർച്ചേസിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ വിചാരിച്ച പോലെ ഇതെല്ലാം നടക്കുന്നുണ്ടോ, റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ വിചാരിച്ച പോലെ റിട്ടേൺ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷെയർ ഒക്കെ ഇവിടുന്ന് വിൽക്കും. പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യും. ദാറ്റ് ഇസ് റിവൈസിങ് പോർട്ട്ഫോളിയോ. സോ ദീസ് ആർ ദ ബേസിക് സ്റ്റെപ്സ് ദാറ്റ് ആർ ഫോളോഡ് വൈ ഇൻവെസ്റ്റിംഗ്. സോ ഇൻ ദിസ് പാർട്ട് വി ഹാവ് സീൻ എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, ബേസിക് ഒബ്ജക്റ്റീവ്സ് ബിഹൈൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്. So rest we'll see in the next part.